ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഗോവയിലാണുള്ളത്. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന ഒരു ട്രിപ്പ് ഒന്നല്ല, പെട്ടെന്ന് തീരുമാനം എടുത്ത് നമ്മൾ പെട്ടെന്ന് പോകുന്നതാണ്. അപ്പം ഇന്നത്തെ ഗോവ ബ്ലോഗ് കാണാം. നമ്മുടെ ഗോവ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ഏറ്റവും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് എന്നുള്ളതാണ്. അവർ ആദ്യമായിട്ടൊന്ന് ഫ്ലൈറ്റ് കയറുകയാണ്. അപ്പം ബാംഗ്ലൂർ ടു ഗോവ ഫ്ലൈറ്റിലോട്ട് നമ്മൾ പോവുകയാണ്. നൈറ്റ് ഒരു 10:30 ആകുമ്പോൾ ഗോവ എയർപോർട്ടിൽ എത്തിയായിരുന്നു. അവിടുന്ന് പ്രണവേട്ടൻ്റെ ഫ്രണ്ട് ശരത്തേട്ടൻ വന്നിട്ട് പിക്ക് ചെയ്തു. അപ്പോൾ അവിടുന്നായിരുന്നു ഫുഡ്. നമ്മൾ എന്നിട്ട് ശരത്തേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. മോർണിംഗ് ആയ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് പോയത്. ചെറിയൊരു കടയായിരുന്നു. ഫുഡ് ഞാനും അമ്മയും ഇഡ്ഡലി ആയിരുന്നു പറഞ്ഞിരുന്നത്. അച്ഛനും പ്രണവേട്ടനും മസാല ദോശ പറഞ്ഞു. ഫുഡ് അത്ര രസമായിട്ട് തോന്നില്ല. നൈറ്റ് എയർപോർട്ടിലെത്തിയപ്പം പ്രണവേട്ടൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ശരത്തേട്ടനും ഹരിതയും. അപ്പം അവരാണ് നമ്മളെ പിക്ക് ചെയ്തത്. നമ്മൾ എത്തി അവരുടെ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയത്. നല്ല ഫുഡായിരുന്നു. ചിക്കനും ചപ്പാത്തിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് എടുത്തില്ല, വ്ളോഗ് എടുത്തില്ല. പിന്നെ കണ്ടു കണ്ടു കടല് കണ്ടിട്ടെത്ര നാളായി ഏലു ഏലു ഒത്തിരി ഒത്തിരി നാളായി. ഇത് ബീച്ചിൻ്റെ പേരെന്ന് ഹായ്. നമ്മളപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. സഡ ബീച്ചിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. നമ്മൾ പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട്. പക്ഷേ കുറച്ച് നടക്കാനുണ്ട്. എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റൈസ് മാംഗോ ഫോർട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി റോഡ് സൈഡിൽ ഇളനീര് കണ്ടപ്പോൾ അത് ഇറങ്ങി കുടിച്ചു. അപ്പം നമ്മൾ ഫോർട്ടിലെത്തിയപ്പം പ്രണവേട്ടൻ നേരെ പോയി ടിക്കറ്റ് എടുത്തു. പിന്നെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വാന് ചൂസ് ചെയ്തതാണ്. അപ്പം നമ്മൾ വാനിൽ മേലെ എത്തി. വളരെ പഴക്കമുള്ളൊരു കോട്ടയാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. അവരുടെ കാലത്ത് അവരിത് ജയിലായിട്ട് പ്രവർത്തിപ്പിച്ചതായിരുന്നു. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറി. നല്ല രസമായിരുന്നു. കാരണം പുറമേ നിന്ന് നോക്കുമ്പം കടൽ വ്യൂ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടി. അപ്പം നമ്മൾ അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന്. ഭയങ്കര ചൂടായി ഈ സാധനത്തിന് കേട്ടോ. പിടിച്ചിറങ്ങാൻ പോലും പറ്റില്ല. പോയാ അപ്പം നമ്മൾ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. അപ്പം തന്നെ ഒരു ഓൾമോസ്റ്റ് 2 മണിയൊക്കെ ആയിരുന്നു. നമ്മൾ പോയത് ഫാറ്റ് ഫിഷ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ നമ്മൾ ഗ്രാൻഡായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഫിഷ് താളിയായിരുന്നു പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പിന്നെ പോയത് ബാഗ ബീച്ചിലോട്ടാണ്. ബാഗ ബീച്ചിൽ നമ്മൾ അധികമൊന്നും സ്പെൻഡ് ചെയ്തില്ല. കാരണം ഭയങ്കര ക്രൗഡായിരുന്നു. അതേപോലെ തന്നെ നല്ല വെയിലുമായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ
അപ്പം നമ്മൾ ബാഗ ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ അഗോഡ ജയിലിലേക്കാണ് പോകുന്നത്. കാരണം നമുക്ക് പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, ഓൾമോസ്റ്റ് ഈവനിങ് ആയിരുന്നു. നമ്മൾ നൈറ്റ് ബാംഗ്ലൂരേക്ക് തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ നടന്നിട്ടില്ല, നമ്മൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെമ്മറീസ് തന്ന ഒരു യാത്രയാണ് ഗോവ യാത്ര. അപ്പം ഗോവ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോയിങ്ങം വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ബായ്.